In this video, we are going to discuss a very important topic, that is structural change of Indian economy since independence. Okay, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡാറ്റയാണ്. റൈറ്റ്, നമുക്കറിയാം നമ്മുടെ കോർ കോഴ്സ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഓർ സിംപ്ലി വി ക്യാൻ കോൾ ദി സബ്ജക്റ്റ് ആസ് ഇന്ത്യൻ എക്കോണമി. റൈറ്റ്, യൂണിവേഴ്സിറ്റി എക്സാമിന് മാത്രമല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ, അതുപോലെ PSC കണ്ടക്ട് ചെയ്യുന്ന KAS ഉൾപ്പെടെയുള്ള എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. സിമ്പിൾ ടോപ്പിക്കാണ്, പക്ഷേ ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എക്സാമിന് നിങ്ങൾ എഴുതുമ്പോൾ ആൻസർ ഷീറ്റിൽ ഡാറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ പ്രീവിയസ് വീഡിയോസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ വൈസ് അനാലിസിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ 5th സെമസ്റ്ററിന് വേണ്ട മനോഹരമായിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും അവൈലബിൾ ആണ്, ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കാണാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേബിളാണ്, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു, നിങ്ങൾ എഴുതുന്ന ആൻസർ ഡാറ്റ വെച്ചിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ ടേബിൾ കാണാം. ഇതിൻ്റെ ഡാറ്റ ഞാൻ എടുത്തിട്ടുള്ളത് എക്കണോമിക് സർവേ സീരീസ് ആണ്. ഓക്കെ, ഫൈനാൻസ് മിനിസ്ട്രി റിലീസ് ചെയ്യുന്ന എക്കണോമിക് സർവേ, അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അഥവാ CSOൻ്റെ ഡോക്യുമെൻറ്റ്സ് നിന്ന് കളക്ട് ചെയ്ത ഡാറ്റയാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെ ആൻസർ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ സോഴ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യു വിൽ ഗെറ്റ് മാക്സിമം മാർക്ക്. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സി ഹിയർ sector wise share in GDP, that is the title of the table, that is represented in percentage format. Okay, അപ്പോൾ ഇവിടെ what is economic growth or what is economic development or what is structural change of an economy like Indian economy? ഇപ്പം നമുക്കറിയാം, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള നമ്മുടെ എക്കോണമിയിൽ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഘടനാപരമായിട്ടുള്ള മാറ്റമാണ്. നമുക്ക് എസ്സേ രൂപത്തിലൊക്കെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. See here, the statement like this, the modern theory of development argues that the right path, this is very important, the right path for the development of the country is the transition, okay, the shift from primary sector to secondary sector and ultimately or finally to tertiary sector. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? റൈറ്റ് ഗ്രോത്ത് പാത്ത്. ഓക്കെ, ഏതൊരു എക്കോണമിക്കും അതിൻ്റെ ഒരു ശരിയായ വികസന പാതയുണ്ട്, വളർച്ചയുടെ പാത. ആ വളർച്ചയുടെ പാതയിൽ നമുക്ക് നോക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ എന്തായിരിക്കും? പ്രൈമറി സെക്ടർ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്ന മേഖല. ഓക്കെ, പ്രൈമറി സെക്ടർ ആസ് യു നോ, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ഫോറസ്ട്രി, ഫിഷിംഗ്, മൈനിങ്, അതുപോലെ ആനിമൽ ഹസ്ബൻഡറി, പൗൾട്രി, ഓക്കെ, എപ്പിക്കൾച്ചർ, ഫിസിക്കൾച്ചർ, ഓക്കെ, ഇങ്ങനെ വരുന്ന നാച്ചുറൽ റിസോഴ്സസിനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന പ്രവർത്തന മേഖല അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണ് എന്ത്? പ്രൈമറി സെക്ടർ. ദിസ് സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, അഗ്രികൾച്ചറൽ സെക്ടർ എന്നും വിളിക്കാറുണ്ട്, isn't it? അപ്പോൾ ഒരു എക്കോണമിയുടെ ഇനീഷ്യൽ സ്റ്റേജിൽ വളരെ കെയർഫുള്ളായിട്ട് മനസ്സിലാക്കി ലിസൺ ചെയ്യുക. A to Z വീഡിയോ വാച്ച് ചെയ്യുക. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, മിസ് ചെയ്യരുത്. റൈറ്റ്, സി പ്രൈമറി സെക്ടർ. അപ്പോൾ എക്കോണമിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പോൾ നിങ്ങൾ അമേരിക്ക എടുത്ത് നോക്കുകയാണെങ്കിൽ, UK എടുത്ത് നോക്കുകയാണെങ്കിൽ, കാരണം ഡെവലപ്ഡ് കൺട്രീസാണ്, അവരുടെ ഗ്രോത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത സെക്ടർ ഏതായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. ഓക്കെ, അഗ്രികൾച്ചർ ഡോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ the contribution of agriculture or primary sector to GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖല കാർഷിക അതുപോലെ അനുബന്ധപ്പെട്ട മേഖല. ദെൻ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖല, ദ സെക്ടർ വിച്ച് പ്രൊവൈഡ്സ് എംപ്ലോയ്മെൻറ്റ് ടു മോസ്റ്റ് ഓഫ് ദ വർക്കിംഗ് ഫോഴ്സ്. ഓക്കെ, എക്കോണമിയിലുള്ള ഒരുപാട് തൊഴിലാളികൾ അല്ലെങ്കിൽ വർക്കേഴ്സ്, ലേബറേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന സെക്ടറും ഏതായിരുന്നു? പ്രൈമറി സെക്ടർ ആയിരുന്നു. ബട്ട് ആ റൈറ്റ് പാത്ത് പറയാണ്. സി, ദിസ് ടേം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ് ഗ്രോത്ത് പാത്ത്. ഓക്കെ, ശരിയായ വളർച്ചാ പാത. സ്റ്റാർട്ടിങ്ങിൽ എന്താണ്?
the transition from primary sector or agriculture sector. Okay, കാർഷികവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് ഇതിലേക്ക് ട്രാൻസിഷൻ മീൻസ് മൂവ്മെന്റ്, ഷിഫ്റ്റ്. ഓക്കെ, എക്കോണമിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫ്രം primary sector to secondary sector, isn't it? Secondary sector, it is also known as industrial sector or manufacturing sector. Okay, manufacture, industry, right? ഇങ്ങനെ വരുന്ന മേഖലയിലേക്ക് വരും. Then ultimately finally to tertiary sector. This is very very important. അപ്പോൾ ഒരു എക്കോണമിന്റെ GDP കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ സംഭവിക്കുക? അഗ്രികൾച്ചർ സെക്ടറിന് ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരും. ഓക്കെ, ഇമ്പോർട്ടൻസ് കുറയാൻ പെർസെൻറ്റേജ് അതിൻ്റെ ഷെയർ കുറയുള്ളൂ. അഗ്രികൾച്ചർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് എനി ഗ്രോയിങ് എക്കോണമി, നോ ഡൗട്ട്. ബട്ട് ഒരു രാജ്യം വളർച്ചയുടെ പാതയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഷിക മേഖലയിൽ നിന്നും അതിന് ഇമ്പോർട്ടൻസ് എവിടേക്ക് മാറും? ഇൻഡസ്ട്രി. ദെൻ ഇൻഡസ്ട്രിയിൽ നിന്ന് എവിടേക്ക് മാറും? സർവീസ് സെക്ടർ. ദാറ്റ് ഈസ് ദ ഗ്രോത്ത് പാത്ത്. അത് നിങ്ങൾ അമേരിക്കൻ എക്കോണമി എടുക്കുകയാണെങ്കിലും UK, കാനഡ, ജർമ്മനി, ജപ്പാനൊക്കെ എടുക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്താണ് ആ ഗ്രോത്ത് പാത്ത് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഇൻ ഇന്ത്യസ് കേസ്, ഓക്കെ, ഇന്ത്യൻ്റെ കേസിൽ ഒരു സെക്ടർ വൈസ് ഷെയർ ഇൻ GDP. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് ഉണ്ട് ഇതിൽ കേട്ടോ. ഓക്കെ, ഇൻഫോർമേഷൻ ഉണ്ട്. സി, യു ക്യാൻ സീ 3 ഇമ്പോർട്ടൻറ്റ് പീരീഡ്സ്. 1950-51 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി ഉടനെയുള്ള 47 അല്ലേ, ദെൻ 48, 49, ഞാൻ 50-51 എടുക്കും. Then 1990-91, this is also very very important. 1991 ആണെന്ത് ന്യൂ എക്കണോമിക് പോളിസി. ഓക്കെ, നമ്മുടെ PV നരസിംഹ റാവു പ്രൈം മിനിസ്റ്റർ. അറ്റ് ദാറ്റ് ടൈം ദ ഫൈനാൻസ് മിനിസ്റ്റർ വാസ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഓക്കെ, ആ ഇയർ എന്താണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ ആണ് ഇന്ത്യൻ എക്കോണമിനെ സംബന്ധിച്ച്. ഓക്കെ, ദെൻ 1991, ദെൻ ലേറ്റസ്റ്റ് 2020-21. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡാറ്റയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. എക്കണോമിക് സർവേ എന്നൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാം. ഈ 3 വർഷങ്ങൾ വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ 60, 61, 80, 81, 2000, 2001 ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബട്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഇത് മതി. ഓക്കെ, ഇത് വളരെ മനോഹരമായിട്ട് കൊടുക്കുക. ദെൻ 1950-51 നോക്കൂ നിങ്ങൾ, പ്രൈമറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ അതിന്റെ പെർസെൻറ്റേജ് എത്ര? ഇറ്റ് ഈസ് മോർ ദാൻ ഹാഫ്, 55.3. ഓക്കെ, GDP 100 കോടി ആണെങ്കിൽ അതിൽ 55.3 കോടിയും എവിടുന്നായിരുന്നു ഒറിജിനേറ്റ് ചെയ്തത്? പ്രൈമറി സെക്ടർ. ഓക്കെ, agriculture and allied activities. അപ്പോൾ ഇന്ത്യ വാസ് എ predominantly an agriculture oriented economy during 1950-51. Right, then what about its movement from 55.3 to 31.4 in 1990-91? 1990-91 എന്ത് ചെയ്തു? നമ്മുടെ പ്രൈമറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ഡിക്ലൈൻഡ് to 31.4. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചറിന്റെ കോൺട്രിബ്യൂഷൻ ഇങ്ങനെ കുറഞ്ഞു വരും. ദാറ്റ് ഈസ് ഗുഡ്, ഒരു ഗ്രോത്ത് പാത്താണ്. ദെൻ 2021 എന്ത് ചെയ്തു? ഇറ്റ് വാസ് ഡിക്ലൈൻഡ് ടു 16.38. ഓക്കെ, നിങ്ങൾക്ക് 11, 12 അല്ലെങ്കിൽ 14, 15 ഒക്കെ എടുക്കുമ്പോൾ ചില ഡാറ്റ 14 പോയിന്റ് സംതിങ് ഒക്കെ വരാം. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബേസ്ഡ് ഓൺ ദ കാൽക്കുലേഷൻ ഓഫ് GDP ഓർ ഗ്രോസ് വാല്യൂ ആഡഡ് ആൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് എത്രയാണ്? 16.38. ദാറ്റ് ഈസ് ദ മൂവ്മെന്റ് ഫ്രം 55.3 to 16.38. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക 1950-51 നമ്മുടെ GDP-യിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത സെക്ടർ ഏതാണ്? പ്രൈമറി സെക്ടർ ആയിരുന്നു. രണ്ടാം സ്ഥാനം ആർക്കായിരുന്നു? ടെറിഷറി സെക്ടർ ആയിരുന്നു, 29.6 in 1950-51. ദെൻ ലാസ്റ്റ് പ്ലേസ് ആയിരുന്നു ആർക്ക്? സെക്കൻഡറി സെക്ടർ. ഓക്കെ, ദെൻ 2021 വരുമ്പോൾ എങ്ങനെ വരുന്നു? ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് റാങ്ക് ആർക്ക് വന്നു? സർവീസ് സെക്ടർ. ഓക്കെ, ഫസ്റ്റ് റാങ്ക്. സെക്കൻഡ് റാങ്ക് ഗോസ് ടു സെക്കൻഡറി സെക്ടർ. ദെൻ ദ ലാസ്റ്റ് റാങ്ക് ഗോസ് ടു പ്രൈമറി സെക്ടർ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങളെടുത്തുണ്ടാവുക. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ എക്കോണമിയിലേക്ക് GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ ഏതാ? സർവീസ് സെക്ടറാണ്. ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടർ, ബാങ്കിങ്, ഇൻഷുറൻസ്, ടെലികമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ഇങ്ങനെ വരുന്ന മേഖലയാണെന്ത്? സർവീസ് സെക്ടർ. സർവീസ് സെക്ടറിന്റെ പ്രത്യേകത എന്താ? ടെറിഷറി സെക്ടറിനെ സർവീസ് സെക്ടർ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ദാറ്റ് സെക്ടർ പ്രൈമറിലി പ്രൊഡ്യൂസിങ് ഓർ ജനറേറ്റിംഗ് സർവീസസ്, സേവനങ്ങളാണ്. ഓക്കെ, ദെൻ അപ്പോൾ നിങ്ങൾ നോക്കുക 1950-51 ഫസ്റ്റ് റാങ്ക് ആർക്കായിരുന്നു? പ്രൈമറി സെക്ടർ ആയിരുന്നു ഫസ്റ്റ് റാങ്ക്. ദെൻ സെക്കൻഡ് റാങ്ക് ഗോസ് ടു ടെറിഷറി സെക്ടർ. ദെൻ തേർഡ് റാങ്ക് ഗോസ് ടു ഇൻഡസ്ട്രി. ഓക്കെ, ഇങ്ങനെ ആയിരുന്നു 1950-51. ദെൻ അത് ഏതിലേക്ക് മാറി?
സർവീസ് സെക്ടർ ആയി ടോപ്പ്, ദെൻ ഇൻഡസ്ട്രി സെക്കൻഡ് പ്ലേസ്, ദെൻ തേർഡ് പ്രൈമറി സെക്ടർ. ഓക്കെ, 1991 ഫസ്റ്റ് റാങ്ക് ആരായിരുന്നു? നിങ്ങൾ നോക്ക്, സർവീസ് സെക്ടർ ആയിരുന്നു ഫസ്റ്റ് റാങ്ക്, ദെൻ സെക്കൻഡ് റാങ്ക് അഗ്രികൾച്ചർ ആയിരുന്നു അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ, തേർഡ് റാങ്ക് ആയിരുന്നു ആര്? ഇൻഡസ്ട്രി. ഓക്കെ, ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ ചേഞ്ച് ലിങ്ക്ഡ് ടു സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഓക്കെ, ഏതൊരു എക്കോണമിയിലും 3 പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ഉണ്ട്. വാട്ട് ആർ ദ? പ്രൈമറി സെക്ടർ or agriculture and allied activities, then secondary sector or it is also known as industrial sector or manufacturing sector. നിർമ്മാണ മേഖലയാണ് ഏറ്റവും കൂടുതൽ അതിൽ വരുന്നത്. That is why this sector is also known as manufacturing sector. Then third one ടെറിഷ്യറി സെക്ടർ. അപ്പോൾ ഈ ഒരു പിക്ചർ ഉണ്ടാവുക. സെക്കൻഡറി സെക്ടർ നോക്കൂ, 1950-51 വരുന്നത് 15.1, ദാറ്റ് ഇൻക്രീസ്ഡ് ടു 25.9 and that also increased to 29.34. ഓക്കെ, അപ്പോൾ സെക്കൻഡറി സെക്ടറിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ട്, ബട്ട് അതിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ വേഗത അത്ര കണ്ട് പോരാ. ഇപ്പോൾ 15.1 നിന്ന് 25.9 ആയി, ദെൻ 29.34. ബട്ട് പ്രൈമറി സെക്ടർ നോക്കൂ, സ്റ്റീപ്പ് ഡിക്ലൈൻ ആണ് അല്ലേ, കുത്തനെ കുറഞ്ഞു പോയി, ഫ്രം 55.3 to 16.38. What about the tertiary sector or service sector? That is the hike or increase from 29.6 in 1950-51 to 42.7, then finally to 54.28. Okay, ചില ഡാറ്റകൾ കാണുമ്പോൾ അത് 60 എബോവിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെറിഷ്യറി സെക്ടറിൻ്റെ a steep rise from 29.6 in 1950-51 to 54.28 in 2020-21. Okay, this is about sector wise share in GDP, that is this analysis in percentage wise. Okay, this is about sector wise share in GDP. Now we are going to discuss what about the contributions of these sectors in employment. Okay, ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മേഖല ഏതാണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. റൈറ്റ്, നൗ വി ക്യാൻ സീ ദ ടേബിൾ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഷെയർ ഓഫ് വേരിയസ് സെക്ടേഴ്സ് ഇൻ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ടേബിളിൻ്റെ ഡാറ്റ നിങ്ങൾ പഠിക്കണം കേട്ടോ, മസ്റ്റാണ്. ഒരിക്കലും നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത്. ഇന്ത്യൻ എക്കോണമിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഡാറ്റ വെച്ചിട്ട് എഴുതാൻ പറ്റും. ഇതുപോലെ തന്നെ കേരള എക്കോണമിക്കും നിങ്ങൾക്ക് എന്തുണ്ടാക്കുക, ഈ 2 ടേബിളും ഉണ്ടാക്കുക. റൈറ്റ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, അതുപോലെ കേരള എക്കോണമീൻ്റെ സ്ട്രക്ചറൽ ചേഞ്ച് ഒക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. റൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? 3 സെക്ടേഴ്സ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ് ടു എംപ്ലോയ്മെൻറ്റ് സിനാരിയോ ഓഫ് ഇന്ത്യൻ എക്കോണമി സിൻസ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഈ ഫസ്റ്റ് ടേബിൾ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? 3 സെക്ടേഴ്സ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ് ടു നാഷൻസ് GDP. റൈറ്റ്, നൗ വി ക്യാൻ സീ ഇൻ 1950-51 ഓക്കെ, ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് കാണാം പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ ഇൻ എംപ്ലോയ്മെൻറ്റ് ദാറ്റ് ഈസ് 72.1, എ ബിഗ് നമ്പർ. റൈറ്റ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, 100 പേര് തൊഴിലിന് വേണ്ടി പോകുന്നുവെങ്കിൽ ആ 100-ൽ 72.1% ഡിപ്പെൻഡ് ചെയ്യുന്ന മേഖല ഏതാ? പ്രൈമറി സെക്ടർ ഓർ അഗ്രികൾച്ചർ സെക്ടർ. ഇന്ത്യ വാസ് എ പ്രിഡോമിനൻ്റ്ലി ആൻ അഗ്രേറിയൻ എക്കോണമി അറ്റ് ദാറ്റ് ടൈം. റൈറ്റ്, ഇതുപോലെ തന്നെ നിങ്ങൾ കമ്പയർ ചെയ്യൂ. പ്രൈമറി സെക്ടറിന് GDP-ൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? 55.3. എംപ്ലോയ്മെൻറ്റിൽ എത്രയാണ്? 72.1. ഓക്കെ, ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്ന സെക്ടർ ഏതായിരുന്നു? പ്രൈമറി സെക്ടർ ഓർ അഗ്രികൾച്ചർ. ദെൻ ആ ഇയറിൽ തന്നെ നിങ്ങൾ നോക്കുക, സെക്കൻഡറി സെക്ടർ ഓൺലി 10.6. അവർ ഇൻഡസ്ട്രി വാസ് വീക്ക് അറ്റ് ദാറ്റ് ടൈം. ആൻഡ് tertiary sector or service sector, that contribution also very low, that is 17.3. ഓക്കെ, അതിൻ്റെ GDP-ൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. ഇവിടെ സെക്കൻഡറി 10.6 ആണ്, GDP-ൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 15.1. എംപ്ലോയ്മെൻറ്റിൽ ടെറിഷ്യറി എത്രയാണ്? 17.3. ബട്ട് GDP-ൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 29.6. നിങ്ങൾ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, യു ക്യാൻ സീ ദ സ്ട്രക്ചറൽ ഡിഫക്റ്റ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് പാത്ത് ഫോർ ദ ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഗ്രോത്ത്, ദെൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്.
ആ ഫീൽഡിലേക്ക് വരുമ്പോൾ GDP ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് പ്രൈമറി സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് കുറയും. പ്രൈമറി സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് കുറയാന്ന് പറയുമ്പോൾ പ്രൈമറി സെക്ടർ കോൺട്രിബ്യൂഷൻ ടു GDP കുറയും. ദെൻ ആളുകൾ എൻഗേജ് ചെയ്യുന്ന മേഖല പ്രൈമറി സെക്ടറിൽ നിന്ന് എവിടേക്ക് വരണം? സെക്കൻഡറി സെക്ടറിലേക്ക് വരണം. ദെൻ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ ഏത് മേഖലയിലേക്ക് വരണം? സർവീസ് സെക്ടർ. റൈറ്റ്. ഇപ്പം നിങ്ങൾ ഡെവലപ്ഡ് എക്കോണമീസ് എടുത്ത് നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ USA, ദെൻ UK, പ്രൈമറി സെക്ടറിൻ്റെ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2 to 3% ആണ്. ഓക്കെ, കാർഷിക മേഖലയും അതിനോട് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും USA, UK പോലുള്ള അഡ്വാൻസ്ഡ് എക്കോണമീസിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 2 to 3%. അതുപോലെ തന്നെ മൊത്തം ലേബർ ഫോഴ്സിൻ്റെ 2 to 3% ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പ്രൈമറി സെക്ടറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻ അഡ്വാൻസ്ഡ് എക്കോണമീസ്. ബട്ട് ഇൻ ഇന്ത്യാസ് കേസ് പിന്നെ നമുക്ക് 2020-21 തന്നെ നോക്ക്. ഇവിടെ എംപ്ലോയ്മെന്റ് ഡാറ്റ ഞാൻ 2019-20 എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഡാറ്റ കളക്ട് ചെയ്തത് NSS ആണ് കേട്ടോ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ മെറ്റീരിയലാണ്. റൈറ്റ്, ഇസ്ന്റ് ഇറ്റ്? എക്സാമിന് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ട്രിക്കാണ് നിങ്ങൾ ഡാറ്റ പറയുമ്പോൾ അവിടെ ബ്രാക്കറ്റിന്റെ സോഴ്സ് കൊടുക്കുക, അതിന്റെ ഉറവിടം കൊടുക്കുക. എക്കണോമിക് സർവേ, RBI ബുള്ളറ്റിൻ, യൂണിയൻ ബജറ്റ്. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ. അതുപോലെ കേരള എക്കോണമി ചെയ്യുമ്പോൾ എന്താണ്? കേരള എക്കണോമിക് റിവ്യൂ. കേരള എക്കോണമിയിൽ നമ്മുടെ പ്ലാനിംഗ് ബോർഡ് റിലീസ് ചെയ്യുന്ന കേരള എക്കണോമിക് റിവ്യൂ ലേറ്റസ്റ്റ് ഒക്കെ റെഫർ ചെയ്യുക. റൈറ്റ്, നമ്മൾ ആ ഡിഗ്രീൻ്റെ എക്സാം അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമുക്ക് നല്ല മാർക്ക് കിട്ടും. ദെൻ ദിസ് ഈസ് അബൌട്ട് സ്ട്രക്ചർ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് and their contribution to employment sector of India. Then in 1990-91 ഈ മാറ്റം എന്താണ്? പ്രൈമറി സെക്ടറിൻ്റെ കോമ്പണന്റ് കുറഞ്ഞു ഫ്രം 72.1 to 66.9. ഓക്കെ, സ്മോൾ റിഡക്ഷൻ ആണ്. റൈറ്റ്, ബട്ട് പ്രൈമറി സെക്ടറിന്റെ GDP എത്ര കണ്ടു കുറഞ്ഞു? 55.3 to 31.4. ദെൻ സെക്കൻഡറി എത്ര ആയിട്ട് കൂടി? 10.6 നിന്ന് ഓൺലി 12.7. വീക്ക് ഇൻഡസ്ട്രിയൽ ബേസ് ഓഫ് ഇന്ത്യൻ എക്കോണമി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അഡ്വാൻസ്ഡ് എക്കോണമീസിലൊക്കെ സെക്കൻഡ് സ്റ്റേജിൽ ഇൻഡസ്ട്രി ഹൈ ഗ്രോത്ത് ആണ്, ഒരുപാട് ആളുകൾ ജോലിയും അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ബട്ട് ഇന്ത്യൻ്റെ കേസിൽ 12.7 ഉള്ളൂ. ടെറിഷറി സെക്ടർ കൂടിയിട്ടുണ്ട് ഫ്രം 17.3 to 20.4. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കമ്പാരിസൺ നടത്തി പഠിക്കുക. ദെൻ ലേറ്റസ്റ്റ് ഫിഗർ 2019 to 20 പ്രൈമറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എത്ര ആയിട്ട് കുറഞ്ഞു? 43.21 ആയി. ഓക്കെ, ബട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഇപ്പോഴും ഇന്ത്യൻ എക്കോണമിയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖല തന്നെയാണ് പ്രൈമറി സെക്ടറാണ്. ഓക്കെ, പ്രൈമറി സെക്ടർ തന്നെയാണ് ഫസ്റ്റ് റാങ്ക്. ബട്ട് ഇവിടെ GDP-യിലേക്ക് കോൺട്രിബ്യൂഷനിൽ ഏറ്റവും ലോവസ്റ്റ് കോൺട്രിബ്യൂഷൻ ആരാണ്? പ്രൈമറി സെക്ടർ. ദർ ഈസ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മേഖല കാർഷിക മേഖല, തൊഴിലിന്. ബട്ട് ആ മേഖലയാണ് ഏറ്റവും കുറവ് GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, ദാറ്റ് റിഫ്ലെക്ട്സ് ദ സ്ട്രക്ചറൽ ഡിഫക്റ്റ് ഓഫ് ഇന്ത്യൻ എക്കോണമി. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ഘടനാപരമായിട്ടുള്ള ഒരു പോരായ്മയാണ്. ഇസ്ന്റ് ഇറ്റ്? Then secondary sector employment contribution, that increased only to 24.89. Then secondary sector would contribute in the GDP like 29.34. You can make a comparison. Then tertiary sector, that increased to 31.9. Okay, second rank ആർക്കാണ്? ടെറിഷറി സെക്ടർ ആണ്. തേർഡ് റാങ്ക് ആണ് ആർക്ക് കിട്ടുന്നത്? സെക്കൻഡറി സെക്ടർ. ഓക്കെ, അപ്പൊ സേവന മേഖലയാണ് രണ്ടാം സ്ഥാനം തൊഴിൽ കൊടുക്കുന്നതിൽ, എംപ്ലോയ്മെന്റ് കൊടുക്കുന്നതിൽ. ബട്ട് GDP-യിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് സർവീസ് സെക്ടർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ കൺസെപ്റ്റ് ഒക്കെ നോക്കൂ. ജോബ്ലെസ് ഗ്രോത്ത് ഇൻ സർവീസ് സെക്ടർ, ജോബ്ലെസ് ഗ്രോത്ത്. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതിയതൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യട്ടോ നിങ്ങൾ ആൻസറിൽ. അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിൽ നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലമാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാം. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. നമ്മളിങ്ങനെ കണ്ണോണ്ട് നോക്കുമ്പോൾ എല്ലാ ആളുകളും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നുണ്ട്, എൻഗേജ്ഡ് ആണ്. ബട്ട് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദാറ്റ് ലേബർ ഫോഴ്സ് ഈസ് 0 or even നെഗറ്റീവ്. ഓക്കെ, ഒരുപാട് ആളുകൾ എക്സസീവ് ഡിപ്പെൻഡൻസ് ഇൻ അഗ്രികൾച്ചർ. റൈറ്റ്, അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. 1950-51 എന്താണ് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന മേഖല ഏതായിരുന്നു? പ്രൈമറി സെക്ടർ, ഫസ്റ്റ് റാങ്ക്. ദെൻ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന സെക്കൻഡ് റാങ്ക് ആരായിരുന്നു? ടെറിഷറി സെക്ടർ. തേർഡ് റാങ്ക് ആരാണെന്ത്? നമ്മുടെ സെക്കൻഡറി സെക്ടർ.
ഓക്കെ, അതേ പാറ്റേൺ തന്നെയാണ് എപ്പോഴും 2019-20, ചെറിയ മാറ്റമേ ഉള്ളൂ. പ്രൈമറി സെക്ടർ 72.1 നിന്ന് 43.21 ബട്ട് ടെറിഷറി സെക്ടർ എത്ര കൂട്ടിയിട്ടുള്ളൂ? 17.3 നിന്ന് 31.9. ദെൻ സെക്കൻഡറി സെക്ടർ ഇൻക്രീസ്ഡ് moderately from 10.6 to 24.89. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു GDP-ൻ്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഈ 3 സെക്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഒരു റൈറ്റ് ഗ്രോത്ത് പാത്തിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ ഗണ്യമായിട്ട് കുറഞ്ഞു, ഇൻഡസ്ട്രീൻ്റെ കുറച്ചൊക്കെ കൂടിയിട്ടേ ഉള്ളൂ, ഇനി ഉഷാറാകാനുണ്ട്. ബട്ട് സർവീസ് സെക്ടറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് എക്കോണമീസിനൊക്കെ പോലെ. ബട്ട് അഡ്വാൻസ്ഡ് എക്കോണമീസിലൊക്കെ 65-70% ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? സർവീസ് സെക്ടറാണ്, അല്ലെങ്കിൽ ടെറിഷറി സെക്ടറാണ്. ബട്ട് ആ ഒരു പെർഫോമൻസ് നമുക്ക് എവിടെ കാണുന്നില്ല? എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനം ആര് തന്നെയാണ്? പ്രൈമറി സെക്ടറാണ്. അത് നമ്മുടെ ഒരു എക്കോണമിൻ്റെ ഒരു ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ഒരു അണ്ടർ ഡെവലപ്ഡ് എക്കോണമിൻ്റെ ഒരു ഫീച്ചറൊക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ നമ്മൾ ഒരുപാട് സ്റ്റെപ്സ്, ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ, സ്കിൽ ഇന്ത്യ, ഒരുപാട് സ്കീംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയൽ ടെറിഷറി സെക്ടറൊക്കെ ഒന്നും കൂടി എന്ത് ചെയ്യണം? എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നതിൽ ഉഷാറാകാനുണ്ട്. ഒരുപാട് അതിന് വേണ്ട സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. കാരണം ഇന്നൊക്കെ GDP പോയിന്റ് ഓഫ് വ്യൂ ഇന്ത്യ 5th ലാർജസ്റ്റ് എക്കോണമി ഇൻ നോമിനൽ GDP. ഓക്കെ, പർച്ചേസിംഗ് പവർ പാരിറ്റിക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്താണ്? ലോകത്തെ 3ാം സ്ഥാനത്തെ സാമ്പത്തിക ശക്തിയാണ്. ബട്ട് there are lots of issues that is associated with share of various sectors in employment and also sector wise share in GDP. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഈ ടേബിളൊക്കെ കൊടുത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ഈ എസ്സേ നിങ്ങൾ എഴുതാൻ. ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ തന്നെയാണ് എന്ത്? ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കളക്ട് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക, റിവിഷൻ നടത്തുക, നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ലേണിംഗ്.